ആണായി പറഞ്ഞവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിൽ വന്നിരുന്ന് മീഡിയയെ അഭിമുഖീകരിക്കട്ടെ. രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് പോലെ ഒരു ദിവസമെങ്കിലും ഒരു മിനിറ്റെങ്കിലും ഇന്ത്യൻ മീഡിയയുടെ മുന്നിൽ വന്നിരിക്കാനുള്ള ആർജവം ആണത്തമുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിക്കട്ടെ. ഞങ്ങൾ അപ്പോഴും അംഗീകരിക്കാം. ഇതിന് മറുപടി പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായി ജയിച്ച, വ്യാജമായി ജയിച്ച പ്രധാനമന്ത്രിയാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. മറുപടി പറയട്ടെ. ഞങ്ങൾ റിക്കാർഡുകൾ വെച്ച് സംസാരിക്കും. ജനങ്ങളെ മുൻനിർത്തി പോരാട്ടം നടത്തും. ശ്രീ അനിൽ ബോസ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഒരു വലിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പല ഘടകങ്ങളുണ്ടാവും. രാഹുൽ ഗാന്ധി ഇപ്പോഴും വോട്ടധികാർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ. അതിനിടയ്ക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നുമുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച് ഇന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ കാണുന്നു താങ്കൾ? വളരെ കൃത്യമായി അഭിലാഷേ, നമ്മൾ ഒരു ചർച്ച, ഒരു ഡിബേറ്റ് നമ്മുടെ പാർട്ടിക്കാരും പാർട്ടിക്കാരല്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, യു പിയിൽ, പ്രത്യേകിച്ച് വാരണാസിയിൽ അടക്കം, കർണാടകയിലടക്കമുള്ള വിവിധ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപകമായ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാ ഘട്ടത്തിലും ആരോപിച്ചിരുന്നു. അഭിലാഷ് ഓർക്കുന്നുണ്ടാവും, തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് നമ്മളൊന്നിച്ച് ചർച്ചയിലിരുന്നിരുന്നു. അന്ന് ഞാൻ സീറ്റിൻ്റെ എണ്ണം അടക്കം പറഞ്ഞ് നമുക്കിന്ന കിട്ടും, 236 സീറ്റ്, 240 സീറ്റ് വരെ ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യത്തിന് കിട്ടും, ബാക്കി പല സീറ്റുകളിലും നമുക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്, 300ലേക്ക് എത്തും ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് തർക്കിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അന്ന് ആ ചർച്ചയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 100ഓളം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. പോളിംഗ് സമയത്ത് വോട്ടിംഗ് നിർത്തിവെച്ചതടക്കം, വോട്ടിങ്ങിൻ്റെ ടൈം കഴിഞ്ഞിട്ടും നീട്ടിക്കൊടുത്തതടക്കം, എൻജിൻ തകരാറിലാക്കിയതടക്കം, റിട്ടേണിംഗ് ഓഫീസർമാരെ കൃത്യമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് ജില്ലാ കളക്ടർമാർക്കടക്കം നിർദ്ദേശം കൊടുത്തുകൊണ്ട് ചണ്ഡീഗഡ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മോഡൽ അറിയാമല്ലോ. തോറ്റയാളെ ജയിച്ചതായി പ്രഖ്യാപിക്കുക, അതിനുശേഷം CCTV പരിശോധിച്ചതിന് ശേഷമാണ് ചണ്ഡീഗഡിൽ യഥാർത്ഥ വിജയിയെ കോടതി ഇടപെട്ട് പ്രഖ്യാപിക്കുന്നത് നാം കണ്ടു. ഇത്തരം സംഭവങ്ങൾ രാജ്യവ്യാപകമായി നടക്കുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ എല്ലാ ചർച്ചകളിലും സംവാദങ്ങളിലും ഇതുപോലെയുള്ള വാശിയേറിയ ചൂടുപിടിച്ച സന്ദർഭങ്ങളിലൊക്കെ തന്നെയും BJP എടുത്തിട്ടുള്ള സമീപനം എന്താ? ഇവർക്ക് തോൽക്കുമ്പോൾ മാത്രമാണോ ആക്ഷേപം എന്നാണ് ചോദിച്ചത്. ഇലക്ട്രോണിക് മിഷനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ആക്ഷേപമുണ്ട് എന്ന് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിരുന്നു. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ വിജയമൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 8 സീറ്റിൻ്റെ അന്തരത്തിൽ ഗുജറാത്തിലെ ഭരണം നഷ്ടമായപ്പോൾ വളരെ കൃത്യമായി ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. ഇലക്ട്രോണിക് മിഷൻ്റെ തിരിമറികളുമായി ബന്ധപ്പെട്ടും വോട്ടിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചു. ആ കേസ് ഇതുവരെ തീർപ്പായിട്ടില്ല അഭിലാഷ്. ഞാൻ ഇതിനു മുമ്പ് ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള മാറ്ററാണ്, വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. നമുക്കറിയാമല്ലോ, അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞ മരിച്ചുപോയ ഞങ്ങളുടെ നേതാവ്, മരണപ്പെട്ട ഞങ്ങളുടെ നേതാവ് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സമിതി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ ചെറുക്കാൻ കപിൽ സിബൽ അടക്കം, P. ചിദംബരം അടക്കം, അഭിഷേക് സിംഗ് അടക്കം പാതിരാവിൽ ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് നടത്തി അവിടെ തർക്കമുണ്ടാക്കി, വാദപ്രതിവാദങ്ങളുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ അംഗീകരിക്കാൻ വേണ്ടി, ഒരു രാജ്യസഭയിലെ നോമിനേഷൻ അംഗീകരിക്കാൻ വേണ്ടി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇത്തരം നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായി. കർണാടകയിൽ ഒരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ വളരെ കൃത്യമായ ഇടപെടൽ ഉന്നത തലങ്ങളിൽ നിന്നുണ്ടായി. ഗവർണറുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്ത് കർണാടകയിലെ സർക്കാരിനെ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതി പാതിരാവിൽ തുറപ്പിച്ച് നിയമ പോരാട്ടം നടത്തി. അവിടെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നെല്ലാം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, അല്ലെങ്കിൽ ചർച്ചകളിൽ ഉയർന്നു വന്നത്, കോൺഗ്രസിന് കഴിവില്ല. ശ്രീ മോഹൻ വർഗീസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഞാനുമായി ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള എത്രയോ സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പോരാ, രാഹുൽ ഗാന്ധി പോരാ, ഇതൊക്കെ തോൽക്കുമ്പോൾ പറയുന്നതാണെന്ന് അദ്ദേഹം എന്നോട് ഉന്നയിച്ചിട്ടുണ്ട്, തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഇത് ശരിയല്ല, നിങ്ങൾ പറയുന്നതല്ലേ ശരി. EVM-മായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ ആക്ഷേപങ്ങൾ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അതിലെ വോട്ടർ പട്ടികയിലെ തിരിമറികൾ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. എവിടെ തെളിവുകൾ? എവിടെയാണ് തെളിവുകൾ? ഇവർ ധരിച്ചു വെച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ്, ഞാൻ എനിക്ക് ഇനി സമയം തന്നില്ലേലും കുഴപ്പമില്ല അഭിലാഷേ, ഞാൻ ഇവിടെ കിടന്ന് വാദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ദയവായി നിങ്ങൾ എനിക്ക് സമയം തരണം. കുറേയേറെ സമയം BJP പ്രതിനിധിക്ക് കൊടുത്തു. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എവിടെ തെളിവുകൾ? നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക, അതിലേക്ക് പോയിന്റിലേക്ക് വരാം. നിങ്ങൾ എനിക്കിനി സമയം തരണ്ട, എൻ്റെ പ്രശ്നം തീർന്നല്ലോ. അപ്പം ഞാനിതൊന്ന് പറഞ്ഞോട്ടെ.
അപ്പം സ്വാഭാവികമായും വളരെ കൃത്യമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തി ഉയർത്തിക്കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ ADR അടക്കമുള്ള ഏജൻസികളുടെ കോടതിയിലെ പെറ്റീഷനുകൾ, ഞങ്ങളുടെ പാർട്ടിയുടെ പെറ്റീഷനുകൾ, വ്യത്യസ്തങ്ങളായ പെറ്റീഷനുകൾ സുപ്രീം കോടതിയിൽ കാലവിളംബം ഉണ്ടാകുന്നു. അത് ഞങ്ങളുടെ തെറ്റല്ല. സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിൻ്റെ പോരാട്ടങ്ങൾ അത് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ ആശ്വാസത്തിലും അതിൻ്റെ ആനുകൂല്യത്തിലും ഒരു ഗവൺമെൻറ് അങ്ങ് വിഹരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തു. ശ്രീ രാഹുൽ ഗാന്ധി ആ ദൗത്യം ഏറ്റെടുത്തു. വളരെ കൃത്യമായി ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് തരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് തന്നിട്ടുണ്ടോ? തരാൻ തയ്യാറായിട്ടുണ്ടോ? പക്ഷേ കെട്ടുകണക്കിന് വോട്ടർ പട്ടിക എടുത്തു വെച്ച് സസൂക്ഷ്മം പരിശോധിച്ച് ഒരു മണ്ഡലം മോഡൽ മണ്ഡലമാക്കി എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ആ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് ഉത്തരം പറയാൻ ഇന്നീ നിമിഷം വരെ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല, ബന്ധപ്പെട്ട ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു മഹാദേവപുര കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതേണ്ട അഭിലാഷ്. വളരെ കൃത്യമായി കേരളത്തിലെ ഈ പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരേ സമയം ഞങ്ങൾ ഇതേ സമാന സ്വഭാവത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കി വരികയാണ്. വാരണാസിയിലെ മോഡിയുടെ വിജയമടക്കം ചലഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. അവിടെ നടന്ന തിരിമറികളടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള 100ഓളം സീറ്റുകളിൽ, അത് പ്രത്യേകിച്ച് 60 സീറ്റുകളിൽ വളരെ കൃത്യമായ പരിശോധനകൾ നടന്നു വരികയാണ്. ഞങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടും, ഞങ്ങൾ കൊണ്ടുവരും വിത്ത് ഓൺ റെക്കോർഡ്. ഞങ്ങൾ പ്രസന്റ് ചെയ്യും ഇന്ത്യയുടെ മീഡിയയുടെ മുന്നിൽ. വന്നിരുന്ന് പറയട്ടെന്ന്. ആണായി പറഞ്ഞവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിൽ വന്നിരുന്ന് മീഡിയയെ അഭിമുഖീകരിക്കട്ടെ. രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് പോലെ ഒരു ദിവസമെങ്കിലും, ഒരു മിനിറ്റെങ്കിലും ഇന്ത്യൻ മീഡിയയുടെ മുന്നിൽ വന്നിരിക്കാനുള്ള ആർജവം, ആണത്തമുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിക്കട്ടെ. ഞങ്ങൾ അപ്പോഴും അംഗീകരിക്കാം. ഇതിന് മറുപടി പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായി ജയിച്ച, വ്യാജമായി ജയിച്ച പ്രധാനമന്ത്രിയാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. മറുപടി പറയട്ടെ. ഞങ്ങൾ റെക്കോർഡുകൾ വെച്ച് സംസാരിക്കും. ജനങ്ങളെ മുൻനിർത്തി പോരാട്ടം നടത്തും. ഒരു ജനശക്തിക്ക് തിരുത്താൻ കഴിയുന്നതാണ് ഏത് പാർലമെന്റിലെ ഏത് തീരുമാനങ്ങളും. ജനശക്തിക്ക് തിരുത്താൻ കഴിയുന്നത് ഞങ്ങളത് ബോധ്യപ്പെടുത്തി തരാം. അതാണ് ബീഹാറിൽ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്? കണ്ടില്ലേ ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പ്രസന്റ് ചെയ്താൽ നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ അഭിലാഷേ? ശരി, അതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇനിയും കാണാം എന്ന് കോൺഗ്രസ് പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന്, തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം വീണ്ടെടുക്കാൻ ഞങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പ് എന്താണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. ശരി.